യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദേവാദിദേവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവും പരിപാലകനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് തിരുവാലയത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി ദൈവമേ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ, പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം, തിരുവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം കഴിയാതായിരിക്കുന്നതായ ഒരു പശ്ചാത്തലത്തിൽ കർത്താവെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മീഡിയയിലൂടെ കർത്താവെ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ അതിനൊരു മുഖാന്തരമായി കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ആ മുഖാന്തരങ്ങളിലൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് നന്മകൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ചിലവിടുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുകയും ചെയ്യുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തണം. ആരാധനയുടെ ഓരോ ഭാഗങ്ങളിലും അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തണം. കർത്താവെ, വിവിധ സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് പാട്ടുപുസ്തകത്തിലെ 23-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാട്ടുപുസ്തകത്തിലെ 23-ാമത്തെ ഗീതം. നിരന്തരം സ്തുതിപ്പിൻ, ആടിത്തൻ നാമം കൊണ്ടാടിക്കുമ്പിടുവിൻ. തിരുജനങ്ങളെ ഉവരിൻ, കണ്ടാസം തിരുമുൻപിൽ വണങ്ങിടുവിൻ എന്നേക്കും. നാഥനും നമുക്ക് താതനുമായുള്ള എല്ലാരും സ്തുതി
സ്തുതിപ്പിൻ ഏതുമായാസമെന്നെ തൻ വീട്ടിൽ ഏകനെ പുകഴ്ത്തിടുവിൻ എന്നേക്കും. ദൈവപിതാവേ ദിവ്യകുമാര ദൈവസുതാത്മത്രിയേകദേശ സർവകാലവും പുകഴ്ച ഭവാനും ഭവിക്കണം. ഹല്ലേലൂയ ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം മൂന്നാം പുറം ഒന്നാം ഭാഗത്തുള്ള ലിത്താനി നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. ആരാധനക്രമം മൂന്നാം പുറം ഒന്നാം ഭാഗത്തുള്ള ലിത്താനി. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടെ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തുടർന്നുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും മനസ്സ് നമ്മുടെ ഹൃദയത്തോട് ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമയം കടന്നു ചെല്ലാം. ദൈവത്തിന്റെ ഘടനയാകുന്ന തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കയില്ല എന്ന് കർത്താവ് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചിട്ടുള്ള എല്ലാ കുറവുകളെയും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അനുതാപ പ്രാർത്ഥനയായിട്ട് ആരാധനക്രമം 9-ാം പുറത്തിലുള്ളതായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 9-ാം പുറത്തിലുള്ളതായ പ്രാർത്ഥന അനുതാപ പ്രാർത്ഥനയായി നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. പാപിയെ മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് ജീവിക്കുന്നുവെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോട് അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിലൂടെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവനും കൊടുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. ആരാധനക്രമം 14-ാം പുറത്തിലുള്ളതായ പ്രാർത്ഥന പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയായി നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 14-ാം പുറത്തിലുള്ളതായ പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമനസ്സുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാ വഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാറുണ്ടായിരിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും പാട്ടുപുസ്തകത്തിലെ 265-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാട്ടുപുസ്തകത്തിലെ 265-ാമത്തെ ഗീതം. യേശു എന്റെ സ്വന്തം അനുഭവം രക്ഷിച്ചു എന്നെ വീണ്ടെടുത്തു കുളിച്ചു ഇതെന്റെ സാക്ഷി എന്നീതാവേ ഈശോയെ വാഴ്ത്തും എന്നേക്കും ഇതെന്റെ സാക്ഷി എന്നീതാവേ ഈശോയെ വാഴ്ത്തും എന്നേക്കും പൂർണ്ണമാം താഴ്മ ആനന്ദം സന്തോഷ കാഴ്ച കാണുന്നേ ഞാൻ ദൂതരിറങ്ങി മേലിങ്ങോ സ്നേഹത്തിൻ ശബ്ദം കേൾപ്പിക്കുന്നു ഇതെന്റെ സാക്ഷി എന്നീതാവേ ഈശോയെ വാഴ്ത്തും എന്നേക്കും ഇതെന്റെ സാക്ഷി എന്നീതാവേ ഈശോയെ വാഴ്ത്തും എന്നേക്കും. 146-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനങ്ങൾ 146 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായകമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ.
കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറച്ചു കളയുന്നു. യഹോവയെ എന്നേക്കും വാഴും. സീയോനിൽ നിന്റെ മുഖം താഴ്ത്തുന്നവനെ യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തേക്കായിട്ടുള്ള ഈ സമയം ഇന്നത്തേക്കായിട്ടുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. പഴയ നിയമഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമില്ലാത്തവന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്ത്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പൃഷ്ഠഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ഈ പാഠഭാഗങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34 മുതൽ 43 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34 മുതൽ 43 വരെ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചും കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വേദഭാഗത്താൽ ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തേക്കായിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18 മുതൽ 25 വരെയുള്ളതായ ഭാഗങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരവേൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടയച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും
എന്ന വേറെ 2 സഹോദരന്മാരിൽ പടവിൽ ഇരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവരെ അനുഗമിച്ചു. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ സുറിയയിലൊക്കെയും പരന്നു. നാനാ വ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്നുള്ള വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അവന്റെ സുറിയയിലൊക്കെയും പരന്നു. നാനാ വ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ദൈവം ഈ സുവിശേഷ ഭാഗത്തിലെ വാക്യങ്ങൾ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം, ആരാധനക്രമം 22-ാം ഭാഗം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ശാന്തവും മനോഹരമായ ഒരു വിശുദ്ധ ദിവസം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. കർത്താവെ, ഞങ്ങൾക്കിന്ന് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ, പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ കർത്താവെ, അനേകം ജനങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കഴിയുന്നതായ ഒരു സാഹചര്യം, അനേകർ ഈ ലോകത്തുനിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യം, അവകളുടെ മധ്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദേശത്തെ കർത്താവെ ഇത്രത്തോളം കാത്തുപരിപാലിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തിയിരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പകരണമേ. കർത്താവെ, ആർക്കും യാതൊരു ദോഷങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊന്നും ഈ നാളുകളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ അങ്ങയുടെ അതിശയമാർന്ന കരങ്ങളിൽ കർത്താവെ സുരക്ഷിതമായി സംരക്ഷിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാൽവരി ക്രൂശിലൂടെ ഒഴുക്കപ്പെട്ടതായ രക്തത്താൽ മുദ്രയിട്ട് നിന്റെ മക്കളെ ഓരോരുത്തരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ച് അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ദേശത്ത് കർത്താവെ, ചില ഭവനങ്ങളിൽ ചിലർ രോഗികളായിട്ട് ഭാരപ്പെടുന്നതായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവെ, അവർക്ക് എത്രയും വേഗം സൗഖ്യം പ്രാപിപ്പാൻ, ആശ്വാസം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, മറ്റുള്ളവർക്ക് ആ രോഗത്തിന്റെ സാധ്യതകൾ പടരാതിരിക്കുവാൻ, മറ്റുള്ളവർക്ക് ആർക്കും ആ രോഗം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവം അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ വൃത്തിയിൽ സൗഖ്യം ലഭിക്കുമെന്ന് ശതാധിപൻ ഏറ്റുചൊല്ലിയത് ഞങ്ങൾ ഈ സമയം വിശ്വാസത്തോടെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, അപ്രകാരം ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി കർത്താവെ, ദേശത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥത വഹിക്കുന്നു. ആർക്കും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങള് ഈ നാളുകളിൽ ഉണ്ടാകാതെ രോഗികളായിട്ട് കഴിയുന്നവർക്ക് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരു സാന്നിധ്യം ഈ നാളുകളിൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലയത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ നന്മകൾ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ നൽകി അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തി കാത്തു പരിപാലിക്കണം. കർത്താവെ, ശാരീരികമായുള്ള പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും കർത്താവെ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ കർത്താവ് അവരെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാല് ഭാരപ്പെട്ടുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന കർത്താവെ ആതുര സേവന രംഗങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഡോക്ടർമാരായി, നേഴ്സുമാരായി, ആരോഗ്യ പ്രവർത്തകരായി, മറ്റു വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നല്ല രീതിയിൽ കർത്താവെ അവരുടേതായ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ, ജനങ്ങളെ സംരക്ഷിക്കുവാൻ, കർത്താവെ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ പരിപാലിക്കുവാൻ, കർത്താവിന്റെ മക്കളിലൂടെ ലഭിക്കുന്നതായ എല്ലാ നല്ല സേവനങ്ങൾക്കായി, ശുശ്രൂഷകൾക്കായി, നിർദ്ദേശങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഭരണാധികാരികളായി, നിയമപാലകരായി എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ക്രൂശിന്റെ മുറ വഹിച്ച് അങ്ങ് നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. കർത്താവെ ഈ നാളുകളിൽ ആവശ്യമായ എല്ലാ നന്മകളും പ്രദാനം ചെയ്യണം. വിവിധങ്ങളായ ആവശ്യങ്ങളോടെ ആയിരിക്കുന്ന ഓരോ നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ല. സർവശക്തനായ ദൈവം ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവം അവരുടെ ആവശ്യങ്ങൾ അറിയുകയും അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും ഈ നാളുകളിൽ ക്ഷീണിതരാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ, തളർന്നു പോകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ എല്ലാവരെയും ശക്തീകരിച്ച് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളിലൂടെ ഈ നാളുകളിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണമേ. രോഗങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെയും പകർച്ചവ്യാധിയുടെ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിലൂടെയും ഉപജീവന മാർഗങ്ങൾക്കായിട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അങ്ങ് കരുതിക്കൊള്ളണമേ, സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ അന്നത്തിനുള്ളതായ വക കണ്ടെത്തുവാൻ തക്കവണ്ണം ഉപജീവന മാർഗങ്ങളിലൂടെ നിന്റെ മക്കൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അങ്ങ് അവരെ അനുഗ്രഹിച്ച് സുരക്ഷിതമായി കാത്തു പരിപാലിച്ച് അങ്ങ് വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവര്, വാഹനങ്ങൾ ഓടിക്കുന്നവര്, മറ്റു വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കുന്നവര് എല്ലാവരെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിലായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അങ്ങ് അവരെ അനുഗ്രഹിക്കണം. അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നെന്ന് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിലൂടെ ഈ നാളുകളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഉപരിപഠനങ്ങൾക്ക് വേണ്ടി നാളുകളിൽ ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ട സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണം. അവരവർ ആഗ്രഹിക്കുന്നതായ ക്ലാസ്സുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ ദൈവം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ എഴുതുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റു വിവിധങ്ങളായ ആവശ്യങ്ങളിൽ കർത്താവിന്റെ കൃപ ധാരാളമായിട്ട് പകരണം. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണം. ആ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു വരുന്നത് എല്ലാവരുടെ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ശേഷിച്ച ഭാഗങ്ങളിലും അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു വഴി നടത്തണം. പ്രത്യേകിച്ച് കർത്താവെ ഈ ആഴ്ച പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണം. വരുന്ന ആഴ്ച പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നവരെയും കർത്താവെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. സർവശക്തനായ ദൈവം അവരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ആ സർവശക്തനായ ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളോട് ഈ നാളുകളിൽ ധാരാളമായിട്ട് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹിച്ച് നൽകി, പുതിയ വയസ്സ് അനുഗ്രഹിച്ച് നൽകി അങ്ങ് നിന്റെ മക്കളെ കാത്തു പരിപാലിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. മാനവും മൗത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താൻ സകല ദോഷങ്ങളും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പാഠപുസ്തകത്തിലെ 483 ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 483 ഗീതം. സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിക്കിടുമ്പോ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിക്കിടുമ്പോ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായും. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ദിവസം ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കിടവരുത്തി ആ വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഈ സമയം അറിയിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ ദിവസം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്നത് ദൗത്യം എല്ലാവരോടുമുള്ള സുവാർത്ത എന്നുള്ള ഭാഗമാണ്. ദൗത്യം എല്ലാവരോടുമുള്ള സുവാർത്ത, അതുമായി ബന്ധപ്പെട്ടുള്ളതായ ഭാഗങ്ങളാണ് നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്നുള്ളതായ പദം നമുക്ക് വളരെ സുപരിചിതമായി അറിയുവാൻ തക്കവണ്ണം കഴിയുന്ന ഒന്നാണ്. ദൗത്യം എന്നുള്ളതായ ആ ഒരു വാക്കിന് മിഷൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിഷൻ എന്നുള്ളതായ ആ ഒരു പദത്തെ നാം വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വിശദമായി നാം പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നന്മകളെ സമാധാനമായും സന്തോഷമായും ലഭ്യമാക്കുമെന്നുള്ളതായ ആ ഒരു അനുഭവവും പുതിയ ജീവിതത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മെ നടത്തുന്ന ഒന്നാണ് ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്നുള്ളതായ ആ ഒരു ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്നുള്ളതായ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ദൈവത്തിൻ്റെതാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ് എന്നുള്ളത് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ ദൈവം തന്റെ പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അനേകരെ ദൈവം തിരുവചനത്തിലൂടെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. മോശ, അഹരോൻ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, സുവിശേഷകന്മാർ, അപ്പോസ്തലന്മാർ തുടങ്ങി ഇങ്ങനെ കാലാകാലങ്ങളിൽ ദൈവം അനേകരെ തന്റെ ദൗത്യ നിർവഹണത്തിനായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അത് മാത്രമല്ല, ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം നിർവഹിച്ചവരുമുണ്ട്, നിർവഹിക്കാതെ ഒളിച്ചോടിയവരുമുണ്ട്. ഒളിച്ചോടിയവരെ ദൈവം ഓടിച്ചിട്ട് പിടിച്ച് തിരികെ കൊണ്ടുവന്ന് ആ ദൗത്യ നിർവഹണം അവരിലൂടെ പൂർത്തീകരിച്ചതായ ചിന്തയും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഉദാഹരണം, യോനയുടെ ജീവിതം നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. നിനവയിൽ പോയി തന്റെ ദൗത്യം അല്ലെങ്കിൽ മിഷൻ നിർവഹിക്കുവാനായി ദൈവം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയപ്പോൾ അങ്ങോട്ട് പോകാതെ മറ്റൊരു ഭാഗത്തേക്ക് പോകുവാൻ തക്കവണ്ണം തയ്യാറായപ്പോൾ തന്റെ യാത്രയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും തിരികെ വീണ്ടും നിനവയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്ത ആ ഒരു സാഹചര്യം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സുവിശേഷ ഭാഗങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ ദൈവം തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അനേകരെ കാലാകാലങ്ങളിൽ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്രകാരം ഈ ദൈവം തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം അനേകരെ വിളിച്ചു വേർതിരിക്കുകയും അവരിലൂടെ ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്യപ്പെടുന്നതായ ഒരു സാഹചര്യം ലോകത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്തിലൂടെ ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഭീകരവാദത്തിന്റെയും അതുമായി വർഗീയവാദ ചിന്തകളും
വിഭാഗീയതകൾ, അസമാധാനം, ജീവനും വസ്തുവകൾക്കും ഭീഷണി നിലനിൽക്കുന്നതായ ആ ഒരു പശ്ചാത്തലം, പകർച്ചവ്യാധികൾ, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ളതായ തടസ്സങ്ങൾ ഇവകളുടെ മധ്യത്തിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവകളുടെ മധ്യത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സാഹചര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതായ ദൗത്യം എപ്രകാരം നമുക്ക് നിർവഹിക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളത് നമ്മെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഗങ്ങളിലൂടെ അതിനെ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അപ്രകാരം നിർവഹിക്കുന്നതിലൂടെ ഒരു പുതിയൊരു ജീവിത ക്രമം തന്നെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. വായന ഭാഗങ്ങളിലേക്ക് നാം മടങ്ങി വരുന്നതായ സന്ദർഭത്തിൽ പഴയ നിയമ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ദൗത്യ നിർവഹണം സമൃദ്ധിയായ ജീവന് നിദാനമാണ് എന്നുള്ളത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നു. ദൗത്യ നിർവഹണം അല്ലെങ്കിൽ മിഷൻ ദൗത്യം നിർവഹിക്കുന്നത് സമൃദ്ധിയായ ജീവന് ആധാരമാണ്, കാരണമാണ് എന്നുള്ളത്. രണ്ടാമത് നമുക്ക് ആ ലേഖന ഭാഗം വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ലേഖന ഭാഗത്തിൽ തന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്രകാരം നിർവഹിക്കണം, എപ്രകാരമായിരിക്കണം എന്നുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ച് ലേഖന ഭാഗത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ലേഖന ഭാഗത്ത് ദൗത്യം നിർവഹണം എപ്രകാരമാണ്, എന്താണ് പറയുവാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ലേഖന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ ഭാഗം, സുവിശേഷ ഭാഗം, നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൗത്യ നിർവഹണത്തിന് അല്ലെങ്കിൽ തന്റെ ദൈവത്തിന്റെ മിഷൻ ദൗത്യത്തിനായി, ദൈവരാജ്യത്തിന്റെ സുവിശേഷ ധർമ്മത്തിനായി ദൈവം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ യേശു കർത്താവ് വിളിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. സങ്കീർത്തന ഭാഗത്തിലും ഇതിനോട് സമാനമായ ഭാഗമാണ് നമുക്ക് സങ്കീർത്തനത്തിലൂടെയും വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. മിഷൻ ദൗത്യത്തിന് നിദാനമായുള്ള ചില ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ ദൗത്യ നിർവഹണത്തിലൂടെ ഉണ്ടാകുന്ന ചില നന്മകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്നതായ മാറ്റം നമുക്ക് സങ്കീർത്തന ഭാഗത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ ഈ ദൗത്യം എന്നുള്ളത്, അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എന്നുള്ളത് ഇന്നത്തെ 4 ഭാഗങ്ങളിലൂടെയും വായന ഭാഗങ്ങളിലൂടെയും നമ്മെ വളരെ ശക്തമായി നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടുവല്ലോ, അവിടെ യെശയ്യാ പ്രവാചകൻ തന്റെ ചിന്തകളിലൂടെ, പ്രവചന ചിന്തകൾ താൻ എഴുതുന്നതായ സന്ദർഭത്തിൽ 66 അധ്യായങ്ങൾ ഉൾപ്പെട്ട ഒരു ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. വേദപുസ്തകങ്ങളുടെ പുസ്തകം എന്നാണ് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ഭാഗമായിട്ടാണ് ഇതിനെ ചരിത്രകാരന്മാർ വായിച്ചിരിക്കുന്നത്. 1 മുതൽ 39 വരെയുള്ളതായ അധ്യായങ്ങളും 40 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങൾ രണ്ടാമത്തെ ഭാഗമായും വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് വരുന്നതാണ് 55-ാം അധ്യായം. ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രവാസികളായി കഴിഞ്ഞിരുന്നതായ ഇസ്രായേൽ ജനം തിരികെ സ്വദേശത്തേക്ക് അനേകരുടെ പ്രയത്ന ഫലമായി, അനേകരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളുടെ ഫലമായി അവർ തിരികെ സ്വദേശത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. മടങ്ങി വന്നതായ സന്ദർഭത്തിൽ അവർ ദേശത്ത് ആയിരിക്കുന്നതായ സന്ദർഭം ജനം എപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതായ ആ ഒരവസ്ഥയിലൂടെ അവരെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന പ്രവാചകന്റെ ചിന്തകളെയാണ് നമുക്ക് പഴയ നിയമത്തിൽ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ ഉറവിന്റെ അരികിലേക്ക് ദാഹിച്ചിരിക്കുന്ന ഏവരുമേ നിങ്ങൾ ഉറവിനരികിലേക്ക് വരുവിൻ എന്നാണ്. അരികിലേക്ക് നിങ്ങൾ വരുവിൻ. അപ്പോൾ അവർ ദാഹത്തോടെ ആയിരിക്കുന്നതായ ഒരു വിഭാഗം, ദാഹത്തോടെ ആയിരിക്കുന്നതായ ജനവിഭാഗത്തെ, ജനങ്ങളെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാമത് അവിടെ പറയുന്നുണ്ട്, പണമില്ലാത്തവരെ, ദ്രവ്യമില്ലാത്തവരെ നിങ്ങൾ വന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, വീഞ്ഞും പാലും കുടിപ്പീൻ എന്നാണ്. അപ്പോൾ അവർ ഉണങ്ങിയിരിക്കുന്നതായ, പ്രവാസികളായി കഴിഞ്ഞിരുന്നതായ ജനം, അവർക്ക് ഭക്ഷണമില്ലാതെ, ശരിയായുള്ള സൗകര്യങ്ങളില്ലാതെ, അവരെ പരിപാലിക്കാതെ, ആരോഗ്യകരമായ രീതിയിലും ശാരീരികവും മാനസികവുമായി എല്ലാ മേഖലകളിലും, എല്ലാ സാഹചര്യങ്ങളിലൂടെയും ജനം ദരിദ്രരായി കഴിഞ്ഞിരുന്നതായ ഒരു അവസ്ഥ, മെലിഞ്ഞുപോയതായ ഒരു അവസ്ഥ, സൃഷ്ടിച്ചു പോയതായ ഒരു അവസ്ഥ, ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്നതായ അവസ്ഥ. അവരോട് പറയാണ്, പണമില്ലാത്ത, ദ്രവ്യമില്ലാത്ത ഓരോ വ്യക്തികളും, ദ്രവ്യമില്ലാത്തവരെ നിങ്ങൾ വന്ന് വാങ്ങി ഭക്ഷിപ്പീൻ,
പാലും വീഞ്ഞു വാങ്ങി സമൃദ്ധിയായിട്ട് കുടിച്ച് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുപ്പീൻ എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ പ്രവാചകരിലൂടെ ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത് ജനത്തിന്റെ സമൃദ്ധിയായ ജീവന് ആധാരമായിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നിട്ട് എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവിൻ. ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും വിഗ്രഹാരാധികളായി തീരുകയും അടിമകളായി തീരുകയും ചെയ്ത അടിമ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നതുമായ ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നുണ്ട്, വിശിഷ്ട ഭോജനം കഴിച്ച് ആത്മാവ് പ്രമോദിക്കട്ടെ എന്നാണ്. വിശിഷ്ട ഭോജനം കഴിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആത്മാവ് ധൈര്യം പ്രാപിക്കട്ടെ എന്നാണ്. എന്നിട്ട് തുടർന്ന് അവിടെ പറയുന്നുണ്ട്, ആത്മാവിന് ജീവൻ ഉണ്ടാകുവാൻ നിങ്ങൾ ഇത് കേട്ടുകൊള്ളുവീൻ എന്ന്. എന്നിട്ട് പറയുന്നത്, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക, അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക എന്ന്. എന്നിട്ട് അവസാനം തിരുവചനത്തിലൂടെ അവരെ ധൈര്യപ്പെടുത്തുന്ന സമൃദ്ധിയായ ജീവന് വേണ്ടി തിരുവചനത്തിലൂടെ പ്രവാചകൻ ധൈര്യപ്പെടുത്തുന്നതാണ്. അചഞ്ചലമായ ശാശ്വതമായ ഒരു ഉടമ്പടിയായി പ്രവാചകൻ അവരോട് പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക, അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ദൗത്യ നിർവഹണം എന്നുള്ളത് സമൃദ്ധിയായ ജീവന് ആധാരമാണെന്നുള്ളത് പ്രവാചകന്റെ ചിന്തയിലൂടെ അവിടെ പഠിപ്പിക്കുകയാണ്. പ്രവാചകനിൽ ദൈവം നൽകിയതായ ആ ഒരു ദൗത്യം അത് വ്യക്തമായി ജനങ്ങളിൽ നൽകുന്നതായ സന്ദർഭത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ, സമൃദ്ധിയായ ജീവനിലൂടെ ജനമായി തീരുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് നമ്മെ അവിടെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ലേഖന ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 34 മുതൽ 43 വരെയുള്ളതായ വാക്യങ്ങൾ. അവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൗത്യം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ലേഖന ഭാഗത്ത് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുക, അതാണ് നമ്മുടെ ദൗത്യം. എന്നിട്ട് പ്രസംഗിക്കുവാനുള്ളത് തന്നെ അതിനോട് ആഡ് ചെയ്യുന്നുണ്ട്, അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം പ്രസംഗിക്കുക, ദൈവവചനം പ്രസംഗിക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം പ്രസംഗിക്കുക. എന്നിട്ട് പ്രസംഗ വിഷയം അല്ലെങ്കിൽ പ്രസംഗിക്കുവാനുള്ള വ്യക്തിയെ അവിടെ പരിചയപ്പെടുത്തുന്ന പ്രകാരമാണ്. നിങ്ങൾ അതിന്റെ 10-ാം അധ്യായം 39, 40, 43 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു, ദൈവം അവനെ ഉയർപ്പിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. ഇതാണ് സമാധാനത്തിന്റെ സന്ദേശം, സമാധാനത്തിന്റെ സുവിശേഷം. ദൈവവചനം പ്രസംഗിക്കുവാൻ നമ്മിൽ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചിരിക്കുമ്പോൾ നാം പ്രസംഗിക്കുവാനുള്ളത് സമാധാനത്തിന്റെ സുവിശേഷമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ്. അതെന്താണ് സമാധാനത്തിന്റെ സന്ദേശം? മനുഷ്യർ യേശു കർത്താവിനെ മരത്തിൽ തൂക്കിക്കൊന്നു, എന്നാൽ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവിന്റെ സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം നാം പ്രസംഗിക്കുക. അതാണ് ക്രൈസ്തവ സഭയുടെ സാക്ഷ്യമായി, ദൗത്യമായി അപ്പോസ്തലൻ നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഓരോ വിശ്വാസിയുടെയും ഓരോ ദൈവവൈദ്യന്റെയും കർത്തവ്യമാണ് പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവിന്റെ സമാധാനത്തിന്റെ സന്ദേശം പ്രസംഗിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്നുള്ളത് അവിടെ ഓർപ്പിക്കുന്നു. മൂന്നാമത്, നാം സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. സുവിശേഷ ഭാഗത്ത് യേശു കർത്താവ് തന്റെ സുവിശേഷ ദൗത്യ നിർവഹണത്തിനായി താനിങ്ങനെ ഗലീല കടലിലൂടെ താനിങ്ങനെ നടന്നു പോകുന്നതായ സന്ദർഭത്തിൽ താൻ ശിഷ്യന്മാരായി അനേകരെ യേശു കർത്താവ് വിളിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിവരെ രണ്ടുപേരെ മീൻ പിടിക്കുവാനായി നിൽക്കുന്ന അവരെ യേശു കർത്താവ് വിളി, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർ വള്ളവും വലയും ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിന്റെ കൂടെ അവർ ഇറങ്ങി വന്നു. അങ്ങനെ വീണ്ടും മുന്നിലോട്ട് പോകുന്നതായ സന്ദർഭത്തിൽ വീണ്ടും കർത്താവ് സെബദിയുടെ മകനായ യാക്കോബ്, അവന്റെ സഹോദരനായ യോഹന്നാൻ, ഇങ്ങനെ തുടങ്ങി അവിടെ 2-3 പേര് അവിടെ വല നന്നാക്കിക്കൊണ്ട് വെള്ളത്തിൽ അവിടെ ഇരിക്കുന്നതായ സന്ദർഭത്തിൽ അവരോട് അവിടെ പറയുകയാണ്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർ പടക്, വല, തന്റെ കൂടെ ഇരുന്ന പിതാവ് അവരെ ഉപേക്ഷിച്ചിട്ട് വിട്ടയച്ച് അവരും യേശുവിനോടുകൂടെ അവിടെ ഇറങ്ങിത്തിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അവിടെ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ. ആദ്യത്തെ 2 പേര് വള്ളവും വലയും അവരുടെ കൂടെയുള്ളതായ തൊഴിലാളികളെയും അവർ വിട്ടയച്ച് യേശുവിന്റെ കൂടെ ഇറങ്ങി വന്നു. രണ്ടാമത്തെ കൂട്ടര് വള്ളവും വലയും അവരുടെ മാതാപിതാക്കളെയും കൂട്ടുതൊഴിലാളികളെയും
വിട്ടേച്ച് അവർ യേശുവിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ കൂടെ അവർ അനുഗമിച്ചു എന്നുള്ളത് നമ്മെ ഇവിടെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്ന കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യേശു കർത്താവ് അതിന്റെ മുന്നിലോട്ട് നമ്മൾ അതിന്റെ ഭാഗം നമ്മൾ വായിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു കർത്താവ് ഗലീല കരയിലൂടെ തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഇവരെ മുക്കുവന്മാരെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരെ യേശു കർത്താവിന് കാണുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതായ സന്ദേശം, ആ ഒരു സുവിശേഷം, ആ ഒരു സത്വർത്തമാനം അല്ലെങ്കിൽ സത്വാർത്ത ഘോഷിക്കുവാൻ ആ ഒരു ദൗത്യ നിർവഹണത്തിനായി യേശു തന്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ യേശു അനേകരെ ചേർക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് വിളിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ യേശു വിളിച്ച ശിഷ്യന്മാരിലൂടെ താൻ അവിടെ നിർവഹിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ, മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ, ആ ഒരു സത്വർത്തമാനം അല്ലെങ്കിൽ ആ ഒരു മിഷൻ ദൗത്യം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരിലൂടെ അവിടെ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടുവല്ലോ. അവിടെ സങ്കീർത്തനത്തിലും ദൈവീക പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു അനുഭവത്തെ നമുക്ക് അവിടെ തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ദൗത്യ നിർവഹണത്തിലൂടെ ഉണ്ടാകുന്നതായ വലിയൊരു മാറ്റം, ദൈവീക പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൗത്യം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം നിർവഹിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതായ മാറ്റം, പീഡിതന്മാർക്ക് ന്യായം പാലിക്കപ്പെടുന്നു എന്നുള്ളത്, വിശപ്പുള്ളവന് ആഹാരം ലഭിക്കുന്നു, തടവുകാർ സ്വതന്ത്രരാക്കപ്പെടുന്നു. തടവുകാർ എന്ന് പറയുമ്പോൾ ജയിൽ പുള്ളികളായി സൂക്ഷിച്ചിരിക്കുന്ന അവരെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് തടവിലാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ, ദൈവത്തിന്റെ കൃപയാൽ സ്വതന്ത്രമാക്കപ്പെടുന്ന അനേകം അനുഭവം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർക്കുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു, പരദേശികൾ പരിപാലിക്കപ്പെടുന്നു, അനാഥർ വിധവമാർ സംരക്ഷിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ വഴികളെ അവർ മറച്ചു കളയുന്നു. ഇതാണ് സങ്കീർത്തനക്കാരിലൂടെ ഉണ്ടാകുന്നതായ ദൗത്യ നിർവഹണത്തിലൂടെ ഉണ്ടാകുന്നതായ മാറ്റത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായ ദൗത്യം നമുക്ക് 4 ഭാഗങ്ങളിലൂടെ നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൗത്യ നിർവഹണം ആവശ്യമാണ്, അത് സമൃദ്ധിയായ ജീവന് നിദാനമാണെന്നുള്ളത് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്, എന്താണ് നമ്മുടെ ദൗത്യം? സമാധാനത്തിന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യം. അത് നാം നിർവഹിക്കണം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. മൂന്നാമതായിട്ട്, ദൗത്യ നിർവഹണത്തിന് യേശു കർത്താവ് മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി ദൈവം ബലഹീനരായ മുക്കുവരായ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ, മിഷൻ പ്രവർത്തനം നിർവഹിക്കപ്പെടുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതായ മാറ്റത്തെ സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അപ്പോൾ നമ്മുടെ ദൗത്യം എന്നുള്ളത് ദൈവീക ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ്. സമാധാനത്തിന്റെ സന്ദേശം അറിയിക്കുക എന്നുള്ളതാണ് മിഷൻ ദൗത്യം എന്നുള്ളത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പം ഇരിക്കുക, നമ്മൾ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുക, സമാധാനത്തിന്റെ സുവിശേഷം നാം അറിയിക്കുക. അത് മാറ്റത്തിന് കാരണമാണ്. ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ അത് നിദാനമാണ്. നമ്മുടെ ദൂത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ മനുഷ്യർ ക്രൂശിച്ചു എങ്കിലും ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, യേശുവിനെ അറിയിക്കുക, പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ സത്വർത്തമാനം, ദൂത് അറിയിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ സഭയുടെ മിഷൻ ദൗത്യം എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുമ്പോൾ ആ ഒരു ശുശ്രൂഷ നമുക്ക് നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഇടവരുത്തട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, ദൗത്യം സത്വർത്തമാനമാണ് എന്നുള്ളത്, സുവാർത്തയാണ് എന്നുള്ളത് അങ്ങ് ഞങ്ങൾ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചു. എപ്രകാരമാണ് നമുക്ക് ക്രൈസ്തവ ദൗത്യം നിർവഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, അപ്രകാരം നിർവഹിക്കുന്നതിലൂടെ എന്തൊക്കെ ഉണ്ടാകുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ, എപ്രകാരം എന്താണ് നമ്മുടെ ദൗത്യം എന്നുള്ളത് തിരുവചനത്തിലൂടെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി നന്ദിയുടെ സ്തോത്രം. ക്രൈസ്തവ സഭയെ, ആധുനിക ക്രൈസ്തവ സഭയെ ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുവാനായി, സമാധാനത്തിന്റെ സുവിശേഷം അറിയിക്കുവാനായി, ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുവാനായി കർത്താവെ ലോകത്തിൽ ആക്കിവെച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ദൗത്യം നിർവഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ.
അപ്രകാരം ദൗത്യം നിർവഹിക്കുന്നതിലൂടെ സാമൂഹികമായുള്ള മാറ്റം അനുഗ്രഹത്തിന് നിദാനമായി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുമായി ഇരിപ്പാൻ കർത്താവെ ഇടവരുത്തണമേ. ഞങ്ങൾ കേട്ട തിരുവചന ചിന്തകൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പാട്ടുപുസ്തകത്തിലെ 543 പാട്ട് നമുക്ക് പാടാം. പാട്ടുപുസ്തകത്തിലെ 543 പാട്ട്. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, ഞങ്ങൾക്ക് ഇന്നത്തെ വിശുദ്ധ ദിവസം അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ, ഞങ്ങൾക്ക് അനേകർക്ക് വേണ്ടി ഞങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാനും അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഈ നാളുകളിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തുന്നതിനായി സ്തോത്രം. ഈ ഒരാഴ്ചപ്പെട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായി കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർക്കും യാതൊരു തരത്തിലുള്ള ദോഷങ്ങള് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുവാൻ ഇടവരുത്താതെ കർത്താവ് അങ്ങ് കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ തിരുവചനത്തിൽ ഓർക്കുന്നത് പോലെ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ നിനക്ക് പേടിപ്പാനില്ല എന്ന് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് ഒന്നും ആരെയും വലയ്ക്കുവാൻ ഇടവരുത്താതെ അങ്ങ് നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട്, കുടുംബങ്ങളായിട്ട്, ദേശവാസികളായിട്ട് എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടാകുന്ന വഴി നടത്തണം. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിന്മേലും അങ്ങയുടെ കൃപ പകരണമേ. ഞങ്ങൾ കേട്ട തിരുവചന ചിന്തകള് ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ. അങ്ങയുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടുന്നതാണ്, ദൗത്യം നിർവഹിക്കേണ്ടുന്നതാണ്. അത് ദൈവിക പദ്ധതിയാണ്. അത് നിർവഹിക്കുന്നതിലൂടെ സാമൂഹികമായുള്ള മാറ്റം ഉണ്ടാകുന്നു, അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നൊക്കെ ഞങ്ങൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിയതിനായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ ഞങ്ങളുടെ ഈ നാളുകളിലെ ആത്മീയമായുള്ള വളർച്ചയ്ക്ക്, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് അങ്ങ് ഞങ്ങളെ വഴി നിർത്തി കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാ പ്രിയപ്പെട്ടവരോടും സഭയോടും കുടുംബങ്ങളോടും ദേശത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.